ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോ ആണിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഫോട്ടോസ് ഞാൻ മുമ്പ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഫോട്ടോസാണ് കേട്ടോ. അതായത് ഈശോയുടെ ഒരു പകുതി ഭാഗം ഞാൻ മുമ്പേ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോ വരയ്ക്കാനായിട്ട് എനിക്ക് അത്യാവശ്യം കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലിക്കൊക്കെ പോയി വർക്കിംഗ് ടൈമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ കുറച്ച് ടൈമാവും. അപ്പം അത് കഴിഞ്ഞ് വൈകുന്നേരങ്ങളൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കാണാത്തവരും അല്ലെങ്കിൽ ആദ്യമായിട്ടുള്ള വീഡിയോ കാണുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ വരയ്ക്കുന്നതിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ടൊന്ന് പറഞ്ഞു നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വീഡിയോസ് ഇനി. അപ്പോൾ നിങ്ങളുടെ ഒരു സഹകരണവും ഒരു ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കാം. പിന്നെ വെച്ച് കഴിഞ്ഞാൽ വര പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ശീലിച്ച് വരുന്ന ഒരാളാണ്. പിന്നെ വെച്ചാൽ ഈ ഓൺ വോയിസ് എന്ന് പറഞ്ഞ സംഭവം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓൺ വോയിസ് ഫുള്ളായിട്ട് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് ഫോറെക്സിൻ്റെ ഒരു ഷീറ്റാണ്, ഫോം ഷീറ്റ് എന്ന് പറയും. അപ്പോൾ ഞാൻ ആദ്യം ഈ കടലാസിലൊക്കെ വരച്ചിട്ട് എനിക്ക് അത്രയും, അതായത് ഒരു കളർ ഡാർക്ക്നെസ് കൂടുതലും കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ വരനെ കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടും അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് മെയിനായിട്ട് വരുന്ന ഫോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറൈസിങ്. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ കൊടുക്കണം, അതായത് ഈ വരയ്ക്കുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലിപ്പായാലും ഇപ്പോൾ ഐ വരുന്ന ഭാഗങ്ങളായാലും അതിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊന്നും എനിക്ക് അത്രയും പെർഫെക്ഷനായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ മുമ്പത്തെ ഫോട്ടോകൾ വെച്ച് വരച്ച് നോക്കുമ്പോൾ അതിനപേക്ഷിച്ച് എനിക്ക് കൂടുതലും ബെറ്റർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ കുറച്ച് കുറവുകളുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ടിട്ട് വേണം കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട്. പിന്നെ പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ വരയ്ക്കാനായിട്ട് കൂടുതലും എനിക്ക് എന്തൊക്കെ ടൂൾസാണ് കൂടുതൽ യൂസ്ഫുൾ ആവാന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ആദ്യം വെറും പെൻസിൽ വെച്ച് കൈ കൊണ്ട് മാത്രം ഷെയ്ഡ് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട്, സ്മൂത്ത് ചെയ്യാനായിട്ട് ഞാൻ നമ്മളിപ്പോൾ ഫിംഗർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നീടാണ് അതിന് സ്മഡ്ജർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി തുടങ്ങിയത്. ഓരോ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാനിതൊക്കെ മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ അതിനൊക്കെ ഒന്ന് നോക്കി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നു. പിന്നെ ആദ്യം ഞാനൊക്കെ വരയ്ക്കുമ്പോൾ എൻ്റെ ഐ ഡ്രോ, അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വരയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഐയുടെ അത്രയും പെർഫെക്ഷൻ ഒന്നും കിട്ടാറില്ല. പിന്നെ അതിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതും എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോഴും ക്ലിയർ അല്ല. എന്നാൽ പോലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് ഏകദേശം വീഡിയോ ഇങ്ങനെയാണ് വരുന്നത്. എനിക്ക് കൂടുതലും ഇഷ്ടം പെൻസിൽ ഡ്രോയിങ് തന്നെയാണ്. കളറും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം വരുന്നത് പെൻസിലിനോട് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നായിട്ടുള്ളത്. ഇതിലെൻ്റെ ഫൈനൽ ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.